സ്വാമിജി, എന്താ ഇതൊക്കെ? ദയവായി അങ്ങൊരു അഭിപ്രായം പറയൂ. കം 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 ഹസ്തഹസ്തം ത്രിഭുവന വിജയം ചം ചം ചലിത്വ ചല ചലിത്വ ഹസ്തചക്രം ശം 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 ശബ്ദഹസ്തം ശശികലാധ്വരം മം മം മഹാന്തം പ്രാണരക്ഷേന ക്ഷേത്രപാദം. പാർവതി, പറയൂ, ഗായത്രി എവിടെയാണ്? ആത്മാവ് എവിടെയാണ് നിൽക്കുന്നത്? പറയൂ വേഗം. ദേവമ്മ ഇവിടെ ഉണ്ട് സ്വാമിജി. ത്രികാലജ്ഞാനിയായ എനിക്ക് ആ ആത്മാവിനെ കാണാൻ കഴിയുന്നില്ലല്ലോ. നീ എന്നോട് കളവ് പറയുകയാണോ? ഗായത്രിയുടെ ആത്മാവ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ എണ്ണയിൽ പ്രതിബിംബം കണ്ടേനെ. അതിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ. കള്ളം, പച്ചക്കള്ളം. ഗായത്രിയുടെ ആത്മാവ് ഇവിടെ വന്നിട്ടില്ല. ഇവൾ പറഞ്ഞതൊക്കെ നുണയാണ്. നാടകം കളിച്ച് ഇവൾ നിങ്ങളെയൊക്കെ കബളിപ്പിക്കുകയാണ്. ഇവളൊരു വിശ്വാസ വഞ്ചകിയാണ്. ക്ഷമിക്കണം സ്വാമി, അങ്ങ് പറയുന്നത് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പാർവതി ഒരിക്കലും കള്ളൊന്നും പറയില്ല. അവൾ ഒരിക്കലും ആരെയും പറഞ്ഞു പറ്റിക്കില്ല. എങ്കിൽ വിശാലിന്റെ ശിരസിൽ തൊട്ട് ഇവൾ സത്യം ചെയ്യട്ടെ. ഇവൾ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് പറയട്ടെ. സ്വാമിജിക്ക് തെറ്റ് പറ്റിയതാ. പാർവതി തലയെറുത്ത് വെച്ചാലും കള്ളം പറയില്ല. അതാണ് പാർവതി. സ്വാമിജി കണ്ടോ? വാ. പാർവതി പറഞ്ഞതൊക്കെ സത്യാണ്, പറ. അയ്യോ, സ്വാമിജി കണ്ടോ? പാർവതി ഇപ്പൊ സത്യം ചെയ്യും. പറയൂ പാർവതി, നീ പറഞ്ഞത് സത്യമാണെന്ന് പറയൂ പാർവതി. എന്തിനാ നീ പറയാൻ മടിക്കുന്നേ? എന്താ നീ ഒന്നും മിണ്ടാത്തെ? എന്നോട് ക്ഷമിക്കണം വിശാൽ സർ. എന്നോട് ദയവായി ക്ഷമിക്കണം. ഞാൻ
പറഞ്ഞതൊക്കെ കള്ളമായിരുന്നു. ദൈവമ്മ ഇവിടേക്ക് വന്നിട്ടില്ല വിശാൽ സർ. ഡീ, നീ എന്താടി വിചാരിച്ചത്? ഞങ്ങളൊക്കെ നിന്റെ വെറും കളിപ്പാവകളാണെന്നോ? നീ പറയുന്നതൊക്കെ അപ്പാടെ വിഴുങ്ങുന്ന വിഡ്ഢികളാണെന്നോ? സ്വാമിജി ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? ഇപ്പോഴല്ലേ ഞങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നത്. പണ്ടൊക്കെ നീ പറഞ്ഞതും പ്രവർത്തിച്ചതുമെല്ലാം ശുദ്ധ തട്ടിപ്പായിരുന്നു അല്ലേ? ഇപ്പോഴും ഇതൊക്കെ തിരിച്ചറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇവള് പറയുന്ന നുണകളെല്ലാം വിശ്വസിച്ച് ഓച്ചാനിച്ച് നിൽക്കേണ്ടി വന്നേനെ. ദേവമ്മ വന്നു പോലും. നിന്റെ അഭിനയം കലക്കടി. ഇങ്ങനെ അഭിനയിച്ചല്ലടി നീ ഇവിടെയുള്ള എല്ലാവരെയും മയക്കി വെച്ചിരിക്കുന്നത്. അമ്മ, എന്നെ ആരും തടയാൻ വന്നേക്കരുത്. എന്ത് ചെയ്യണമെന്ന് പ്രഭാവതിക്കറിയാം. ഇക്കാര്യത്തില് ആരുടെയും വക്കാലത്തും എനിക്ക് വേണ്ട. അമ്മേ, മഹാമായെ, ഈ ലക്ഷ്മണൻ രേഖ മായച്ചു തന്ന് എന്നെ പോകാൻ അനുവദിച്ചാല് എനിക്ക് പാർവതിയെ രക്ഷിക്കണം. അകത്തേക്ക് പോവല്ലേ, ഞാൻ അകത്തേക്ക് പോവാൻ സമ്മതിക്കില്ല. ആരാണവിടെ? എന്താണ് അവിടെ നടക്കുന്നത്? ആരായാലും എന്റെ കൺമുമ്പിലെത്തണം. പാർവതി എന്തോ കൂടുതൽ ചെയ്യുന്നുണ്ട്. അതാ ഈ കാറ്റും കോളും ഒക്കെ. അമ്മ, ദൈവമേ, അകത്തേക്ക് വരരുത്. ഞാൻ യാചിക്കുകയാണ്. ഇവിടേക്ക് വരരുത്. വഴി മാറും മണിക്കുട്ട. എനിക്ക് അകത്തേക്ക് പോണം. വഴി മാറാനാ പറഞ്ഞത്. ഞാൻ മാറില്ല. എന്നെ കൊന്നാലും ഞാൻ മാറില്ല. ദേവമ്മ അകത്തേക്ക് പോണ്ട. ഞാൻ അകത്തേക്ക് പോകാൻ സമ്മതിക്കില്ല. കാറ്റും കോളും ഒക്കെ പെട്ടെന്ന് മാറിയല്ലോ. ഇനിയിപ്പോ ഗായത്രി ചേച്ചി വന്നു പോയതായിരിക്കോ? പാർവതി, മതി, നിർത്ത് നിന്റെ നാടകം.
ഇന്നിനി പൂജ ചെയ്തിട്ട് ഒരു പ്രയോജനവുമില്ല. നിമിത്തങ്ങളൊന്നും ശുഭകരമല്ല. ചടങ്ങുകളൊക്കെ പൂർത്തിയായോ? പൂജിച്ച നിവേദ്യം വിശാല് കഴിച്ചാൽ ഉടനെ തന്നെ ചടങ്ങുകളെല്ലാം അവസാനിക്കും. വിശാൽ ബ്രോ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നിവേദ്യം കഴിക്കും. വ്രതം അവസാനിപ്പിക്കേണ്ടത് അങ്ങനെയാ. എന്താ ഇത്? കാഞ്ഞിരക്കുരു കൊണ്ടാണ് ഈ നിവേദ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. അയ്യോ, ഈ നിവേദ്യം ഉണ്ടാക്കിയത് ആരാണോ അവരുടെ മനസ്സ് പോലെ അശുദ്ധമായതും. പാർവതി, എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് എല്ലാവരുടെയും മുന്നിൽ അഭിനയിക്കായിരുന്നല്ലേ നീ? അല്ല, I hate you. I hate you. I hate you. വിശാൽ സർ, മോനെ വിശാൽ, മോനെ വിശാൽ സർ. വിശാൽ ബടി, നിന്നെ ചേച്ചി ഓക്കേ. തിരുമേനി, അതെ, ഇനി ഇവിടെ അധികം നേരം നിൽക്കുന്നത് പന്തിയല്ല. ചേച്ചി, ഞാൻ ചേച്ചിയോട് 1000 വട്ടം പറഞ്ഞതാ വേണ്ട വേണ്ടെന്ന്. അപ്പൊ കേട്ടില്ല. എന്റെ ചേച്ചി സിറ്റിയില് സുഖമായിട്ട് ജീവിക്കുന്നെന്നാ ഞാൻ അഭിമാനത്തോടെ പറഞ്ഞു നടന്നിരുന്നത്. അവിടുത്തെ പോലെ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് തല്ലും വഴക്കും കേട്ട് നാണം കെട്ട് ജീവിക്കാ ചേച്ചി. എന്തൊരു ജീവിതാ ചേച്ചി ഇത്. പല്ലവി മോളെ, നീ ഇതൊന്നും നാട്ടിൽ പറയരുത്. നമ്മുടെ അമ്മയും മുത്തശ്ശനും ഇതൊന്നും അറിയാൻ പാടില്ല. ഞാൻ എന്റെ കാര്യം പിടിക്കാം. പറയാൻ മാത്രം നല്ല കാര്യമാണല്ലോ എന്റെ ചേച്ചി ചെയ്തു വെച്ചിരിക്കുന്നത്. ഇവിടെ നടന്നതൊക്കെ നാട്ടിൽ പറഞ്ഞ എന്റെ വില പോകും. മോളെ, ഞാൻ എല്ലാവരുടെ മുമ്പിലും കള്ളിയായാലും എന്റെ ദൈവമേ അവർക്ക് ബന്ധിക്കാൻ പറ്റിയില്ലല്ലോ. എനിക്ക് അത് മതി ദൈവമേ. ഞാൻ സന്തോഷവതിയാ. എന്റെ ശരികൾ എനിക്ക് ആരെയും ബോധ്യപ്പെടുത്തണ്ട. എല്ലാം എന്റെ ഉദയനൂരമ്മയ്ക്ക് അറിയാം. എനിക്ക് ആ അമ്മയെ മാത്രം ബോധ്യപ്പെടുത്തിയാൽ മതി. ഇന്നലെ പൂജയിൽ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിന്നോട് വിശദമായി പറഞ്ഞു. നീ എനിക്കറിയാത്ത എന്തോ വിഷയത്തെക്കുറിച്ച് നീ എന്നോട് പറയാന്നും പറഞ്ഞു. അതെന്താ മണിക്കുട്ട? അതെന്താന്ന് പറഞ്ഞാ പാറ വന്നില്ലേ, ബാക്കി ഇനി പാറ പറയും. ഇവിടെ നടന്ന വിഷയങ്ങൾ മുഴുവൻ ഇദ്ദേഹത്തിന് അറിയില്ല. വീടിനുള്ളിൽ നടന്ന കാര്യങ്ങൾ അറിയുമായിരിക്കും, എങ്കിലും വീടിന് വെളിയിൽ നടന്ന കാര്യങ്ങൾ അറിയില്ല. ഞാൻ പറയുന്നതിനേക്കാളും നീ പറയുന്നതായിരിക്കും നല്ലത്, അല്ലേ പാറു? മണിക്കുട്ട, വിട്. ഇവിടെ പാർവതിക്ക് സംഭവിച്ച വിഷയങ്ങൾ നീയും അറിഞ്ഞു കാണുമല്ലോ.
ഇത്രയും പ്രശ്നങ്ങൾ നേരിട്ട ശേഷം എന്തുമാത്രം പ്രഷറിലായിരിക്കും പാർവതി. ഇനി നമ്മളും കൂടി ഇവിടെ വിഷമിപ്പിക്കണ്ട. ഇനി പാർവതിക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം പറയട്ടെ. പാറു, മുത്തശ്ശനെല്ലാം അറിയട്ടെ, നീ പറ. പാവം പാർവതി ഭയങ്കര വിഷമത്തിലായിരിക്കും. ശരിക്കും ഗായത്രിയമ്മ വന്നിട്ടുണ്ടാവോ? അവളെ അടിക്കാൻ ചാൻസ് നോക്കിയിരുന്ന അമ്മയ്ക്ക് അതിനുള്ള അവസരം കിട്ടിയപ്പോൾ അത് ശരിക്കും വിനിയോഗിച്ചു. വിശാൽ ബ്രോ പോലും അവളെ തള്ളി പറഞ്ഞു. ഇതെല്ലാം അവരെ തമ്മിൽ തെറ്റിക്കാനുള്ള പ്രീ പ്ലാനിങ്ങിന്റെ ഭാഗമായി സംഭവിച്ചത് തന്നെയാ. ഏതായാലും പാർവതി ഒന്ന് കാണാം. ഇതെന്താ ഇത്? സിന്ദൂരോ? ഇതാരാ ഇവിടെ കൊണ്ട് വിതറിയ? പാർവതി ആയിരിക്കും, അല്ലാതെ അറിയാന. എന്തിനായിരിക്കും? പാറു, നീ എന്താ ഇങ്ങനെ നിശബ്ദയായിട്ട് നിൽക്കുന്നേ? നീ പറയുന്നത് ഈ വീട്ടിൽ ആരും വിശ്വസിക്കില്ല. എന്നാൽ ഈ മുത്തശ്ശനോട് പറ, ഇദ്ദേഹം എല്ലാം വിശ്വസിക്കും. മോളെ പാർവതി, നിനക്ക് ഇഷ്ടമാണെങ്കിൽ എന്നോട് പറ. എന്നോട് പറഞ്ഞ എനിക്കും അതറിയാൻ പറ്റും. മനസ്സിലെ വിഷമങ്ങള് മറ്റൊരാളുമായിട്ട് പങ്കുവച്ച പകുതി ആശ്വാസം കിട്ടും. പൂജയിൽ ദൈവമേ വരുത്തിയില്ല എന്ന് പറഞ്ഞ് എന്നെ പ്രഭാവതി അമ്മ അടിച്ചു. വിശാൽ സാറും എന്നോട് ഒരുപാട് ദേഷ്യപ്പെട്ടു. അടിച്ചില്ലെന്നേ ഉള്ളൂ. അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവരൊക്കെ എന്നെ കളിയാക്കി പരിഹസിച്ചു. ഞാൻ കള്ളം പറയാണെന്നും പറഞ്ഞ് എല്ലാവരും എന്നെ പഴിചാരി. പക്ഷേ സത്യത്തിൽ എന്താ നടന്നെന്ന് ഞാൻ പറയാം. ഇന്ന് ദേവമ്മ വന്നിരുന്നു. അല്ല, ഗായത്രിയമ്മ വന്നെന്നോ? ആരും അറിഞ്ഞില്ലെന്നല്ലേ എല്ലാവരും പറഞ്ഞത്? ആത്മാനന്ദ സ്വാമികളും വന്നില്ലെന്നല്ലേ പറഞ്ഞത്? പാർവതി പോലും വിശാൽ ബ്രോയുടെ തലയിൽ കൈവച്ച് ഗായത്രിയമ്മ വന്നതായി സത്യം ചെയ്തില്ലല്ലോ. പിന്നെ എങ്ങനെയാ ഗായത്രിയമ്മ വന്നെന്ന് പാർവതി ഇപ്പൊ പറയുന്നത്? മോളെ, നീ പറയുന്നത് സത്യമാണോ? ഗായത്രി അമ്മയെ മോക്ക് കാണാൻ കഴിയോ? പക്ഷേ ഗായത്രി അമ്മയെ ആരും കണ്ടില്ലെന്നല്ലേ ഇവിടെ എല്ലാരും പറഞ്ഞത്? അതെ മുത്തശ്ശ, ദേവമ്മ വന്നിരുന്നു. പക്ഷേ വീടിന്റെ പുറത്ത് മാത്രമേ വന്നുള്ളൂ, അകത്തേക്ക് വന്നില്ല. അകത്ത് വന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ഞാനാ ദേവമ്മയെ അകത്ത് കയറാൻ സമ്മതിക്കാത്തത്. മോളാണോ അവരെ തടഞ്ഞത്? ഗായത്രി അമ്മ വന്നില്ല എന്ന് പറഞ്ഞല്ലേ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്? വന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നില്ലല്ലോ. ദേവമ്മ അകത്ത് വന്നിരുന്നെങ്കിൽ ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നു മുത്തശ്ശ. ആ സ്വാമികൾ ദേവമ്മയെ ബന്ധിക്കുമായിരുന്നു. ഓ, അങ്ങനെ ബന്ധിച്ചിരുന്നെങ്കിൽ പിന്നീട് ഒരിക്കലും എനിക്ക് ദേവമ്മയെ കാണാൻ കഴിയില്ലായിരുന്നു. ഈ വീട്ടിലുള്ളവർ മരിച്ചവരെ പോലും വെറുതെ വിടില്ല. വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഇങ്ങനെ മനുഷ്യരുണ്ടാവോ? മോളെ പാർവതി, നീ പറയുന്നതൊക്കെ സത്യമാണോ?
എനിക്ക് ഇനിയും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ദേവമ്മ എനിക്ക് ഒരുപാട് ഉപദേശങ്ങൾ നൽകി സഹായിക്കുന്നതായി ഈ വീട്ടിലെ ചിലർ വിശ്വസിക്കുന്നുണ്ട്. ദേവമ്മയെ ബന്ധിച്ച പിന്നെ ഈ വീട്ടിൽ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള കാര്യങ്ങൾ നടക്കും. അത് മനസ്സിലാക്കിയവരാ എന്നെ വെച്ച് ദേവമ്മയെ ബന്ധിക്കാൻ പദ്ധതികൾ ഒരുക്കിയത്. അതുകൊണ്ടാ ഞാൻ ഉദയന്നൂരമ്മയുടെ കുങ്കുമം വെച്ച് ഒരു വരയിട്ട് ദേവമ്മയെ തടഞ്ഞത്. അതാണല്ലേ ഞാൻ പുറത്ത് കണ്ട കുങ്കുമപ്പൊടി. ഇപ്പോഴാ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. പാർവതി, നീ എത്ര വലിയ ത്യാഗമാ ചെയ്തിരിക്കുന്നേ. നീ ചെയ്യാത്ത കുറ്റത്തിന് ഇത്രയും അപമാനങ്ങൾ സഹിച്ച് പരിഹാസങ്ങളും സഹിച്ച് വേദനിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. നിന്റെ ഭർത്താവ് പോലും ഗായത്രിയമ്മയെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. അത് നടക്കാത്തതുകൊണ്ടാ അദ്ദേഹവും നിന്റെ മേൽ ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ആഗ്രഹം ന്യായമാണ് മുത്തശ്ശ. പക്ഷെ ഞാൻ ഇത്തവണ വിശാൽ സാറിന് ദേവമ്മയെ കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ പിന്നീട് ഒരിക്കലും എത്ര ആഗ്രഹിച്ചാലും വിശാൽ സാറിന് മാത്രമല്ല എനിക്കും ദേവമ്മയെ കാണാൻ കഴിയില്ലായിരുന്നു.